ജോഷില, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ വിശ്വനാഥൻ ഇന്നലെ ചെയർപേഴ്സണായി സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം കുടുംബത്തെ കണ്ടൊരു ദൃശ്യം ഇങ്ങനെ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയായിരുന്നു. ജോഷില, എത്ര മനോഹരമാണ് കൽപ്പറ്റയിൽ നിന്ന് വന്ന ഈ വാർത്ത, എത്ര സുന്ദരമാണ്. അധികാരം ഏറ്റവും സാധാരണക്കാരായ ഒരു മനുഷ്യന്റെ കൈകളിലേക്ക് എത്തുന്നു. ഒരു മനുഷ്യൻ, സാധാരണക്കാരനായ ഒരു ആദിവാസി പണിയ വിഭാഗത്തിൽ നിന്നൊരാൾ കൽപ്പറ്റ നഗരസഭയുടെ നഗരപിതാവായി എത്തുന്നു. അധികാര വികേന്ദ്രീകരണം അത് ഇത്ര ഭംഗിയായി മറ്റെവിടെ നമുക്ക് കാണാൻ കഴിയും ജോഷില? ഗുഡ് മോർണിംഗ്. മനു പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും സുന്ദരമായ ഒരു കാഴ്ച അതാണ് കൽപ്പറ്റയിൽ നിന്നും നമുക്ക് നൽകാനുള്ളത്. ഏറ്റവും മനസ്സിനെ അത്രയേറെ സന്തോഷിപ്പിക്കുന്ന കാര്യം, ഒരു ജാതിയോ മതമോ ഒന്നുമല്ല പ്രശ്നം. അടിസ്ഥാന വർഗത്തിൽ നിന്നും ഒരാൾ നമ്മുടെ നഗരസഭയുടെ ചെയർമാനായി വരുന്നു എന്നുള്ളത് അതൊരു വലിയ കാര്യമാണ്. മാത്രമല്ല ഏറ്റവും മനോഹരമായ ഒരു ജനാധിപത്യത്തിലെ ഏറ്റവും മനോഹരമായ കാഴ്ചയാണ്. CPIM എന്ന പാർട്ടിക്ക്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റിന് ഏറ്റവും അഭിമാനിക്കാവുന്ന നിമിഷങ്ങളാണ് ഇപ്പോൾ കഴിഞ്ഞു പോയിരിക്കുന്നത്. ഞാൻ ഇവിടെ നിൽക്കാൻ കാരണം മനു സൂചിപ്പിച്ചതുപോലെ തന്നെ വീട്ടിൽ പോയി വിശ്വനാഥേട്ടനെ കാണണം എന്നായിരുന്നു കരുതിയത്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇവിടെ നിൽക്കുന്നതാണ് ഏറ്റവും കൂടുതൽ മനോഹരമായ കാഴ്ച എന്നുള്ളതാണ്. കാരണം അദ്ദേഹം കോഓപ്പറേറ്റീവ് ബാങ്കിലെ സ്റ്റാഫ് കൂടിയാണ്. ഇന്നലെ നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു, വാച്ച്മാൻ കൂടിയാണ് അദ്ദേഹം. ഇന്നലെ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ഇവിടെയാണുള്ളത്, ആ ബാങ്കിന് മുന്നിൽ. വിശ്വേട്ടാ, ഗുഡ് മോർണിംഗ്. അദ്ദേഹം ഇന്നലെയും കർമ്മനിരതനായിരുന്നു. അതായത് ഡ്യൂട്ടി കഴിഞ്ഞ് ഇപ്പോൾ ബാങ്കിൽ നിന്ന് ഇറങ്ങാൻ പോകുമ്പോഴാണ് നമ്മളെ കാണുന്നത്. ചേട്ടാ, മനു സൂചിപ്പിച്ചത് ഏറ്റവും സുന്ദരമായ കാഴ്ചയാണ്. അതായത് ആദിവാസി ഗോത്ര വിഭാഗത്തിലെ പണിയ വിഭാഗത്തിൽ നിന്നും ഒരാൾ കൽപ്പറ്റ നഗരപിതാവായി മാറുന്നു. അതൊരു വലിയ സുന്ദരമായ ഒരു കാഴ്ചയാണ്. എന്താണ് ഈ ഒരു നല്ലൊരു മുഹൂർത്തത്തിൽ ചേട്ടന് ജനങ്ങളോട് പങ്കുവെക്കാനുള്ളത് എന്താണ്? വളരെ നന്ദിയാണ് രാവിലെ തന്നെ പറയാനുള്ളത്. കാരണം വെച്ചാൽ കൽപ്പറ്റയിലെ ജനങ്ങൾക്ക് കൃത്യമായി എന്നെ അറിയാം. കാരണം ഞാൻ 2015-20 കാലഘട്ടം വരെ കൗൺസിലിൽ പ്രതിപക്ഷത്തും ഭരണപക്ഷത്തും ഇരുന്ന ഒരാളാണ്. അതുമാത്രമല്ല, പിന്നെ രാവിലെ ഞാൻ ബാങ്കിലെ ജീവനക്കാരനും കൂടിയാണ്. അപ്പോൾ രാവിലെ നടന്നു പോകുന്ന ആളുകളൊക്കെ എന്നെ സ്ഥിരമായി കാണാറുണ്ട്, വിഷ് ചെയ്യാറുണ്ട്, ചാവടിക്കാൻ വരുന്നത് ചോദിക്കാറുണ്ട്. അതൊക്കെ അവരുടെ ഒരു സ്നേഹമായൊരു കാര്യമാണ്. അപ്പോൾ അത്രയുള്ള ആളുകൾ നമ്മളോടൊപ്പം കൂടെ നിൽക്കുമ്പോൾ അതിയായ സന്തോഷം എന്നല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് എന്താണ് പറയുക, അതാണ്. വിശ്വേട്ടൻ ഉൾക്കൊള്ളുന്ന ഒരു സമൂഹമുണ്ട്, അത് വയനാട്ടിൽ പ്രത്യേകിച്ച്, അതായത് ഗോത്ര സമൂഹമാണ്. ആ ഗോത്ര സമൂഹത്തിൻ്റെ ഇന്നത്തെ ഒരു അവസ്ഥ എന്താണ്? ഇന്നത്തെ ഒരു അവസ്ഥ, അതിന് ഇനിയും മാറ്റങ്ങൾ വരുത്താൻ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്നാണ് വിശ്വേട്ടൻ്റെ കാര്യം? ഈ നമ്മുടെ വയനാട് ജില്ലയിൽ പണി വിഭാഗം മാത്രമല്ല, കാട്ടുനായക്ക, അടിയ, കുറുമ, കുറിച്ച, അങ്ങനെ ഊരാളി, അങ്ങനെ ഒട്ടനവധി നമ്മുടെ സമുദായങ്ങൾ ഇപ്പോഴും ഉണ്ട്. നമുക്ക് അവരുടെയൊക്കെ ഉന്നമനത്തിനായി വളരെയേറെ മുന്നോട്ട് പോവേണ്ടതുണ്ട്. നമുക്കറിയാം, എല്ലാ വർഷങ്ങളിലും സർക്കാർ നല്ല രീതിയിൽ ഫണ്ടുകൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഒരു ദീർഘവീക്ഷണ കാഴ്ചപ്പാടില്ലാത്തതിൻ്റെ ഒരു പോരായ്മ ഇപ്പോഴും അവരിലൊക്കെ തങ്ങി നിൽക്കുന്നുണ്ട്. കാരണം 2-3 കുടുംബങ്ങളിലായിട്ടൊക്കെ തിങ്ങിപ്പാർക്കുന്ന, വീടുകളിനകത്ത് തിങ്ങിപ്പാർക്കുന്ന ഒരവസ്ഥ ഇപ്പോഴും ഉണ്ട്. അതിനൊക്കെ ഒരു മാറ്റം വരണം. അതിന് ഭൂമി കൊടുക്കുക, ആ ഭൂമിക്കകത്ത് വീട് കൊടുക്കുക. ആ വീട് അവരുടെ മനസ്സറിഞ്ഞിരിക്കണം. കാരണം എനിക്കതിന് പറയാനുള്ളത്, നമുക്ക് ആദിവാസികൾക്കിടയിൽ ഒരു ഭൂമിക്ക് കൊടുത്ത് അതിന് പട്ടയം കൊടുത്ത് രേഖ കൊടുത്ത് ഒരു വീടും കൂടെ കൊടുക്കുമ്പോൾ ആ വീട് അവരുടെ മനസ്സിന് അണിഞ്ഞൊരുങ്ങിയ, അവരുടെ മനസ്സിനകത്ത്, ഹൃദയത്തിനകത്ത് ഞങ്ങൾക്ക് പറ്റിയൊരു വീടാണ് എന്നൊരു കാഴ്ചപ്പാട് ഉണ്ടാവണം. അവരുടെ ഭൂമിയുടെ സ്ഥലം എങ്ങനെയാണ്, ആ ഭൂമിയുടെ ഘടന മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ച് പ്ലാൻ വരച്ചുകൊണ്ട് അവരുടെ കുടുംബത്തിൻ്റെ എണ്ണം കണക്കാക്കി അതിനകത്തുള്ള ഒരു വീടുണ്ടാക്കി കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം തിങ്ങിപ്പാർക്കുന്ന കുടുംബങ്ങളൊക്കെ അത് കൂടുതലുണ്ടാവുമല്ലോ. അപ്പോൾ ഒരു കുടുംബം താഴെയും ഒരു കുടുംബം മുകളിലും അങ്ങനെയുള്ള ഒരു സംവിധാനം വരണം. എന്നാൽ മാത്രമേ അവർക്ക് എന്താ പറയുക, ഒരു മെച്യൂരിറ്റി അതിനകത്ത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിയുള്ളൂ. പല ആദിവാസികൾക്കും, എനിക്കടക്കമുള്ള ഒരാഗ്രഹം, ജനറൽ വിഭാഗം ആളുകളുടെ വീടൊക്കെ കാണുമ്പോൾ എനിക്കും അതുപോലൊരു വീട് വേണം എന്ന് ആഗ്രഹിക്കാറുണ്ട്. അപ്പോൾ ആ ആഗ്രഹത്തോടാണ് എനിക്ക് താല്പര്യം. അങ്ങനെയുള്ള കാഴ്ചപ്പാടാണ് ഇനി അങ്ങോട്ട് ഉണ്ടാവേണ്ടത്. ഹൃദയത്തിൽ തട്ടിയ വാക്കുകളാണല്ലേ. അതായത് അങ്ങനെ ഒരു സമൂഹത്തിൻ്റെ ഉള്ളിൽ നിന്നും വരുന്ന, സമൂഹത്തിൽ ജീവിക്കുമ്പോഴുണ്ടാകുന്ന അവരുടെ ഒരു ഉള്ളിലുണ്ടാകുന്ന മോഹങ്ങളെക്കുറിച്ചാണ് വിശദീകരിച്ചത്. കൽപ്പറ്റ നഗരസഭ പിതാവായി വരുമ്പോൾ
അത് എത്രമാത്രം സാധ്യമാണോ? ഇവിടെ അങ്ങനെ ഒരു ഗോത്ര സമൂഹം ഒരുപാടുള്ള സ്ഥലമാണോ? എന്താണ് ഇതിൻ്റെ ഒരു? കൽപ്പറ്റ മുനിസിപ്പാലിറ്റിക്കകത്ത് തന്നെ 56 കുടുംബങ്ങളോളം ഉന്നതികളോളം ഉണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ നമുക്ക് എത്രത്തോളം ഈ സർക്കാർ ഫണ്ട് വെച്ചും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയുടെ തനതായ ഫണ്ട് കൊണ്ടൊക്കെ എത്രത്തോളം ചെയ്യാൻ കഴിയുമെന്നതിലൊക്കെ പരിമിതിയുണ്ട്. എങ്കിലും മാതൃകാപരമായിട്ട് ഏതെങ്കിലും ഒരു ഉന്നതിയെങ്കിലും അതിനകത്ത് മാതൃകയായി നവീകരിച്ചുകൊണ്ട് അത് കാണിച്ചു കൊടുക്കണമെന്നതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിന് പാർട്ടിപരമായിട്ടൊക്കെ ആലോചിച്ച് സർക്കാരിൽ നിന്ന് നല്ലൊരു മിനിസ്റ്റർ, നമ്മുടെ കേളു മിനിസ്റ്ററൊക്കെ കണ്ട് നല്ലൊരു ഫണ്ട് വാങ്ങിയെടുത്തുകൊണ്ട് ഒരു കോളനി മാതൃകാപരമായിട്ട് നവീകരിക്കണമെന്നതാണ് കണ്ടിട്ടുള്ളത്. അതിനകത്ത് അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരിക്കണം എന്നതുകൂടി ഇതോടൊപ്പം കൂട്ടിച്ചേർത്ത് പറയുകയാണ്. ഒരു സംശയം ചോദിച്ചോട്ടെ. എല്ലാവരും ഇപ്പോൾ പറയുന്ന ഒരു കാര്യം, അതായത് കഴിഞ്ഞ 10 വർഷം ഏകദേശം ഇടതുമുന്നണി ഭരിക്കാൻ തുടങ്ങിയിട്ട് 10 വർഷമാകാൻ പോകുന്നു. ആ 10 വർഷത്തിനിടയിൽ അതിന് മുന്നേ ഉണ്ടായിരുന്ന ഒരു ഗോത്ര സമൂഹത്തിൻ്റെ ഒരു ജീവിതവും ഈ 10 വർഷത്തിനിടയിലുണ്ടായ ഒരു ഗോത്ര സമൂഹത്തിൻ്റെ ജീവിതവും തമ്മിൽ വ്യത്യാസമുണ്ടോ, പുരോഗതിയുണ്ടോ? എന്താണ് അതിനെക്കുറിച്ചൊരു അഭിപ്രായം? ആദ്യം എൻ്റെ ഒരു ഭാഗത്ത് നിന്ന് തുടങ്ങാം. നമുക്കറിയാലോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് പാർട്ടി മെമ്പർഷിപ്പിലേക്ക് വരണമെങ്കിൽ എത്രത്തോളം ബുദ്ധിമുട്ടാണ് എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ ജനങ്ങൾക്ക് പൊതുവിൽ അറിയാം. കാരണം ആദ്യം CM മെമ്പറായിരിക്കും, പിന്നീട് ഒരു വർഷക്കാലം പരീക്ഷിക്കും പാർട്ടി പ്രവർത്തനത്തിന് പറ്റിയ ആളാണോ, പൊതുപ്രവർത്തനത്തിന് പറ്റിയ ആളാണോ എന്ന് നോക്കിയിട്ട് ഒരു വർഷക്കാലം പരീക്ഷന് ശേഷമാണ് പൂർണ്ണ മെമ്പറാക്കുന്നത്. അപ്പോൾ ഞാൻ തന്നെ യഥാർത്ഥത്തിൽ അങ്ങനെ CM മെമ്പറായിരിക്കുന്ന സമയത്താണ് ആദിവാസി ജനവിഭാഗത്തിൻ്റെ ആദിവാസി സമിതിയായിട്ടുള്ള AKSൻ്റെ ആ ഒരു രംഗത്തേക്ക് വരുന്നതും ആ ഒരു കാലഘട്ടത്തിൽ തന്നെ 2013 ആ ഒരു കാലഘട്ടത്തിൽ തന്നെ ഞാൻ മുനിസിപ്പൽ മേഖലാ കമ്മിറ്റിയുടെ പ്രസിഡൻ്റായി മാറുന്നത്. അവിടെ നിന്നിങ്ങോട്ടാണ് ഞാൻ അതേ ഒരു കാലഘട്ടത്തിൽ ലോക്കൽ കമ്മിറ്റി മെമ്പറായി മാറുന്നത്. കാരണം പൂർണ്ണ മെമ്പറായ അതിനുശേഷം ലോക്കൽ കമ്മിറ്റി മെമ്പറായി മാറുന്നത്. ആ ഒരു കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ 2016 ആ ഒരു സമയം എത്തിയപ്പോഴേക്കും കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിൽ തിരഞ്ഞെടുപ്പ് വന്നു. ആ തിരഞ്ഞെടുപ്പോട് കൂടി പിന്നെ മുനിസിപ്പാലിറ്റിയിൽ ഒരു അന്ന് ST ആണ് വാർഡ് വന്നത്. അതിൽ മത്സരിച്ചു, നല്ല വിജയം കണ്ടെത്തി. അന്ന് ആ വിജയത്തിലൂടെ അവിടുത്തെ ജനങ്ങൾക്ക്, എടഗുനിയിലെ ജനങ്ങൾക്ക് പ്രിയപ്പെട്ടവനായി മാറാൻ കഴിഞ്ഞു. എന്താ പറയുക, ഓരോ വീടുകളിലും അംഗമായി മാറാൻ കഴിഞ്ഞു. അതിൻ്റെ ഒരു ഗുണഫലമാണ് ഇന്നിപ്പോൾ ഞാൻ ചെയർമാനായി നിൽക്കുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ്. കാരണം അത്രത്തോളം ഏത് പാതിരാത്രിയാണെങ്കിലും ഏത് അവസ്ഥയിലാണെങ്കിലും എനിക്ക് ഓടിയെത്താൻ കഴിയും. കാരണം അങ്ങനെ ഒരു സിറ്റുവേഷൻ അതിനകത്ത് ഉണ്ടാക്കി വെച്ചിരുന്നു. പാവപ്പെട്ട ചെറിയ കുട്ടികൾ മുതൽ മുതിർന്ന വയസ്സായ പ്രായമായ അംഗങ്ങളെ അടക്കം ഞാൻ ഒരുപോലെ കണക്കാക്കിക്കൊണ്ട് ആളുകൾക്ക് പിന്നെ എന്താ പറയുക, ഈ കോവിഡ് കാലഘട്ടത്തിലൊക്കെ പുറത്തിറങ്ങാൻ പോലും പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. ആ സമയത്ത് അവരിലേക്ക് എങ്ങനെ മരുന്നുകൾ എത്തിച്ചു കൊടുക്കും, എങ്ങനെ ഭക്ഷണം എത്തിച്ചു കൊടുക്കും എന്നൊക്കെ ആ സമയത്ത് ഞാൻ വളരെയേറെ വയോജന മിത്രത്തിൽ നിന്നും മരുന്ന് മേടിച്ച് അവിടെ വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്നൊരവസ്ഥയാണ് ഉണ്ടായത്. നമുക്ക് അങ്ങനെ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇപ്പോൾ ഞാൻ നിൽക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രസ്ഥാനം വളരെയേറെ ആദിവാസികളെ കൃത്യമായി ശ്രദ്ധിച്ചു വരുന്നുണ്ട്. കാരണം നമുക്ക് മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ നോക്കിയാൽ അറിയാം, കോൺഗ്രസിനകത്ത് ആദിവാസി കോൺഗ്രസ് ഉണ്ട്, ലീഗിനകത്ത് ദളിത് ലീഗുണ്ട്, അതേപോലെ തന്നെ BJPയുടെ വനവാസി എന്ന് പറയുന്ന ആദിവാസി സംഘടന ഉണ്ട്. അതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടാണ് AKS എന്ന പ്രസ്ഥാനം. അത് ഇപ്പോഴും സംസ്ഥാന കമ്മിറ്റിയിലടക്കം ഞാനടക്കം എത്തണമെങ്കിൽ അത് ഈ പ്രസ്ഥാനം തരുന്ന, ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തരുന്ന ഏറ്റവും വലിയ അംഗീകാരമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം വളരെയേറെ പ്രയാസത്തിലുള്ള സമയത്തും നമുക്ക് കരുത്താവുന്ന ഒരു പ്രസ്ഥാനം അതാണ്. അതിനിടയിലൊരു കാര്യം, എന്തായാലും രാഷ്ട്രീയത്തിലേക്ക് നമ്മൾ കടന്നു. അപ്പോൾ ആദിവാസി സമൂഹത്തിൻ്റെ നേതാവ് എന്ന് മുൻകാലങ്ങളിൽ അറിയപ്പെടുന്നത് മുത്തങ്ങ സമരത്തിൻ്റെ നേതാവായി മാറിയ CK ജാനു ഈ അടുത്ത കാലത്തൊരു പ്രസ്താവന നടത്തുകയുണ്ടായി. അത് UDF ആണ് ആദിവാസികളെ ഏറ്റവും അധികം സഹായിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അതിലെത്രത്തോളം വസ്തുതയുണ്ട്, അല്ലെങ്കിൽ മുത്തങ്ങ സംഭവത്തെ നിരാകരിക്കുന്ന ഒരു രീതിയിലേക്ക് ജാനു മാറിയിട്ടുണ്ടോ? എന്താണ് യഥാർത്ഥത്തിൽ? UDF ആണോ ആദിവാസി സമൂഹത്തെ ചേർത്ത് പിടിക്കുന്നത്, LDF ആണോ ആദിവാസി സമൂഹത്തെ ചേർത്ത് പിടിക്കുന്നത് എന്ന് തോന്നിയിട്ടുണ്ടോ? ഈ CK ജാനു ഈ കേരളത്തിലെ മുത്തങ്ങ സംഭവം എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ആദിവാസികളെ വെടിവെച്ച് കൊല്ലാൻ വരെ അന്ന് സാഹചര്യം ഉണ്ടാക്കി കൊടുത്ത ഒരാളാണ്. അത് ഞാൻ പറയാതെ തന്നെ നമുക്ക് മുമ്പേ തന്നെ അറിയാവുന്നൊരു കാര്യമാണ്.
അന്ന് AK ആൻ്റണി മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്താണ് അങ്ങനെ ഒരു സംഭവം നടന്നത്. അതിലേക്ക് തന്നെ വീണ്ടും പോയി എത്തിയിട്ട് ആദിവാസികളെ സംരക്ഷിക്കുന്നത് UDF എന്ന് പറയുന്നത് എന്ത് ന്യായമാണുള്ളത്, അതിലെന്ത് നീതിയാണുള്ളത് എന്നാണ് എനിക്ക് അറിയേണ്ടത്. കാരണം വെച്ച് കഴിഞ്ഞാൽ വളരെയേറെ ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടി കൂട്ടിക്കൊണ്ടുപോയി സമരം ചെയ്തിട്ട് ആ സമരത്തിനകത്ത് നിന്ന് ആളുകളെ എന്താ പറയുക ക്രൂരമായി കൊല ചെയ്യപ്പെടുന്ന ഒരവസ്ഥ. പോലീസുകാരനടക്കം അതിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്, അത് നമുക്കറിയാലോ. പിന്നെ എങ്ങനെയാണ് ഈ UDF ആണ് ആളുകളെ സംരക്ഷിക്കുന്നത്, ഈ പറഞ്ഞ ആദിവാസികളെ സംരക്ഷിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വളരെയധികം നീചമായ ഒരു പ്രവൃത്തിയാണ് CK ജോനടക്കം ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ഞാൻ നേരത്തെ ചോദിച്ച ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ല. അതായത് ഇടതുമുന്നണിയുടെ ഭരണകാലത്താണോ ആദിവാസി സമൂഹത്തെ ഏറ്റവും അധികം ചേർത്ത് പിടിച്ചിട്ടുള്ളത് എന്നുള്ളത്? ഏറ്റവും കൂടുതൽ ഇടതുമുന്നണിയുടെ ഭരണകാലത്ത് തന്നെയാണ് ആദിവാസി ജനവിഭാഗത്തെ ചേർത്ത് പിടിച്ചിട്ടുള്ളത്. കാരണം അത് നമുക്ക് ഞാൻ പറയാതെ തന്നെ കാണാവുന്ന കാര്യങ്ങളാണ് പലയിടങ്ങളിലും. ഇപ്പോൾ പഞ്ചായത്തുകളിലൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ തന്നെ നല്ല നല്ല വീടുകൾ ഇപ്പോൾ തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. അത് ഒറ്റപ്പെട്ട അവസ്ഥയിലാണെങ്കിലും കൂടി നല്ല എന്താ പറയുക പുനരധിവാസങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പൂർത്തീകരണം നടക്കാനുണ്ട് കുറേ സ്ഥലങ്ങളിലൊക്കെ. ഇവിടെ കൽപ്പറ്റയിൽ പോലും പരൂർക്കുന്ന് അടക്കമുള്ള സ്ഥലങ്ങളിൽ പിന്നെ പുനരധിവാസം നടക്കാനുണ്ട്. അപ്പോൾ അത്രത്തോളം നോക്കി കാണുന്നുണ്ട് ആദിവാസികളെ. വികസന കാഴ്ചപ്പാടുമായി മുന്നോട്ടേക്ക് അല്ലേ? ഓക്കെ, അത് തീർച്ചയായും ഉണ്ടാകും. കാരണം അത്രയും ആഗ്രഹമുണ്ട്. കൽപ്പറ്റയിൽ ഒരു കൗൺസിലർ എന്ന നിലയിലും മാറി ചെയർമാനായതിൽ വളരെയധികം അഭിമാനമുണ്ട്. നല്ല വികസനം കൊണ്ടുവരണമെന്ന ആഗ്രഹമുണ്ട്. അതിന് ഈ കൽപ്പറ്റയിലെ എല്ലാ ജനവിഭാഗങ്ങളും കൂടെ ഉണ്ടാവും എന്നുള്ള വിശ്വാസമുണ്ട്. എല്ലാ ജനങ്ങളെയും ഒരുപോലെ കണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. കൈരളിയുടെ ആശംസകൾ.